ലോകത്തിന്റെ കണ്ണുകൾ മുഴുവൻ ഇപ്പോൾ പശ്ചിമേഷ്യയിലാണ്. അവിടെ ഇറാനും ഇസ്രയേലും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആർക്കാണ് യഥാർത്ഥത്തിൽ നേട്ടമുണ്ടാകുന്നത് എന്നുള്ള വിലയിരുത്തലുകളൊക്കെ വരുന്നുണ്ട്. യൂറോപ്പിന്റെ ഉത്തരം കേട്ടാൽ ഒരു പക്ഷേ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. കാരണം ഈ യുദ്ധത്തിലെ ഏക വിജയി മറ്റാരുമല്ല, സാക്ഷാൽ റഷ്യയാണ് എന്നാണ് അവർ പറയുന്നത്. യൂറോപ്യൻ യൂണിയൻ മേധാവി ആന്റോണിയോ കോസ്റ്റ തന്നെയാണ് ഈ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നീക്കങ്ങളും ഇറാന്റെ തിരിച്ചടിയും ലോകത്ത് വലിയൊരു ഊർജ്ജ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ നീക്കം നിലച്ചതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. ലോകം മുഴുവൻ ഈ പ്രതിസന്ധിയെ ഭയക്കുമ്പോൾ ഉയർന്ന എണ്ണവിലയിലൂടെ റഷ്യ വൻ സാമ്പത്തിക ലാഭമാണ് കൊയ്യുന്നത്. മാത്രമല്ല, പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനിക ശ്രദ്ധയും ആയുധങ്ങളും യുക്രൈനിൽ നിന്നും പെട്ടെന്ന് പശ്ചിമേഷ്യയിലേക്ക് മാറിയതും റഷ്യക്ക് യുദ്ധമുഖത്ത് ഇരട്ടി മധുരമായി. യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ റഷ്യയുടെ എണ്ണ വരുമാനം തടയാൻ അമേരിക്കയും യൂറോപ്പും കൊണ്ടുവന്ന ഉപരോധങ്ങളെല്ലാം ഇതോടെ അപ്രസക്തമായിരിക്കുകയാണ്. ഇതിനിടെ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ചില രാജ്യങ്ങൾക്കുമേലുള്ള ഉപരോധങ്ങൾ താൽക്കാലികമായി നീക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഏത് രാജ്യമാണെന്ന് വ്യക്തമാക്കിയില്ലെങ്കിലും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനുമായിട്ടുള്ള സംഭാഷണത്തിന് തൊട്ട് പിന്നാലെയാണ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയത് എന്നത് കാര്യങ്ങളുടെ ഗതി വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ കാര്യങ്ങൾ യൂറോപ്പിന്റെയും പാശ്ചാത്യ ചേരിയുടെയും കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. റഷ്യ സമാധാനം ലംഘിക്കുന്നു, ചൈന വ്യാപാരം തടസ്സപ്പെടുത്തുന്നു, അമേരിക്ക അന്താരാഷ്ട്ര നിയമങ്ങളെ വെല്ലുവിളിക്കുന്നു എന്ന ആന്റോണിയോ കോസ്റ്റയുടെ പ്രസംഗത്തിൽ യൂറോപ്പിന്റെ നിസ്സഹായതയും നിരാശയും വളരെ വ്യക്തമാണ്. ഉപരോധങ്ങൾ കൊണ്ട് ഒരു വൻ ശക്തിയെ തളർത്താമെന്ന വ്യാമോഹങ്ങൾക്കാണ് ഇവിടെ തിരിച്ചടിയേറ്റത്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ പാശ്ചാത്യ ലോകത്തിന് വലിയ തലവേദന സൃഷ്ടിക്കുമ്പോൾ റഷ്യ തങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കുകയും ലോകക്രമത്തിൽ തങ്ങളുടെ സ്വാധീനം കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുകയാണ്. എല്ലാം റഷ്യയ്ക്ക് വേണ്ടി തന്നെ സംഭവിക്കുന്നു.